വയനാട് ദുരന്തബാധിതർക്ക് ധനസമാഹരണത്തിനായി ഡിവൈഎഫ്ഐ നടത്തുന്ന പോർക്ക് ചലഞ്ചിനെതിരെ സമസ്ത നേതാവ് നാസർ ഫൈസി കൂട്ടത്തായി. പന്നിമാംസം നിഷിദ്ധമായവരാണ് വയനാട്ടിലെ ദുരിതബാധിതരിൽ വലിയൊരു വിഭാഗം. അവരെ അവഹേളിക്കുന്നതാണ് ഡിവൈഎഫ്ഐ പോർക്ക് ചലഞ്ച് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ എന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഡിവൈഎഫ്ഐ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി അടക്കമുള്ളവരാണ് വയനാടിനായി പോർക്ക് ചലഞ്ച് പ്രഖ്യാപിച്ചത്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണെന്നും നാസർ ഫൈസിയുടെ കുറിപ്പിലുണ്ട്. അതേസമയം പോസ്റ്റിന് താഴെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ദ, മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം. വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായാണ് ധനസമാഹരണം നടത്തുന്നത് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായി 2 ജില്ലകളിൽ പോർക്ക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ കോതമംഗലവും അങ്കമാലി മഞ്ഞപ്ര മേഖലയിലെ ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 18-നുമാണ് പന്നിയിറച്ചി വിൽപ്പന. മഞ്ഞപ്രയിൽ 380 രൂപയുടെ ഇറച്ചി 350 രൂപക്കാണ് വിൽപ്പന. കോതമംഗലത്ത് 375 രൂപയാണ് വില. ഈ സംഭവത്തിൽ ഡിവൈഎഫ്ഐ വിമർശിച്ച് പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഇപ്പോൾ കടന്നാക്രമിക്കുകയാണ് കെ ടി ജലീലും.